നിങ്ങളുടെ ശബ്ദം പുനർനിർമ്മിക്കാവുന്ന സാങ്കേതികവിദ്യ അവതരിപ്പിച്ച് ഓപ്പൺ AI. ചുരുക്കം ചില സ്ഥാപനങ്ങൾക്ക് മാത്രമായാണ് നിലവിൽ വോയിസ് എഞ്ചിൻ എന്ന് വിളിക്കുന്ന സാങ്കേതികവിദ്യ ലഭ്യമാക്കിയിട്ടുള്ളത്. വെറും 15 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരാളുടെ റെക്കോർഡ് ചെയ്ത ശബ്ദം ഉപയോഗിച്ച് അതേ ശബ്ദം നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്നതാണ് വോയിസ് എഞ്ചിന്റെ പ്രത്യേകത. 15 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വോയിസ് ക്ലിപ്പും ഒരു പാരഗ്രാഫ് കുറിപ്പും അപ്ലോഡ് ചെയ്താൽ അതേ ശബ്ദത്തിൽ വോയിസ് എഞ്ചിൻ ആ കുറിപ്പ് വായിക്കും. ഭാഷ ഏതാണ് എന്നതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പോൾ വോയിസ് എഞ്ചിൻ പരീക്ഷണ ഘട്ടത്തിലാണ്. വൈകാതെ ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ആകുമെന്നാണ് പ്രതീക്ഷ. ഓൺലൈൻ ചാറ്റ് ബോട്ടുകൾക്ക് ശബ്ദം നൽകാൻ വോയിസ് എഞ്ചിൻ ഉപകരിക്കും. ഓഡിയോ ബുക്കുകൾ എളുപ്പം നിർമ്മിക്കാനും ഓട്ടോമേറ്റഡ് റേഡിയോ സ്റ്റേഷനുകൾ നിർമ്മിക്കാനും ഇതുകൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ AI ചിത്രങ്ങളെ പോലെ തന്നെ ഇതിനു പിന്നിലും അപകടം തിരിച്ചറിയേണ്ടതുണ്ട്. വ്യാജ വാർത്താ പ്രചരണത്തിന് AI ശബ്ദവും ഉപയോഗിക്കാൻ സാധിക്കും. ശബ്ദം അനുകരിച്ച് ആളുകളെ കബളിപ്പിക്കാനും സാധ്യതയുണ്ട്. വോയിസ് ഓൺലൈൻ അക്കൗണ്ടുകളിലേക്കും ഉപകരണങ്ങളിലേക്കും കടന്നു കയറാനും ഈ സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്തേക്കുമെന്ന ആശങ്കയും കമ്പനിക്കുണ്ട്. വോയിസ് എഞ്ചിനിലൂടെ നിർമ്മിക്കുന്ന സിന്തറ്റിക് ശബ്ദത്തിന് വാട്ടർമാർക്ക് നൽകാനും ഇതിന്റെ ദുരുപയോഗം തടയാനുള്ള വഴികൾ ഓപ്പൺ AI തേടുന്നുണ്ട്. സോറ എന്ന പേരിൽ ഓപ്പൺ AI വീഡിയോ ജനറേഷൻ ടൂൾ അവതരിപ്പിച്ച സമയത്തും ഇതേ ആശങ്ക ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. സോറയും ഇതുവരെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.